എന്താ നോക്കുന്ന? ഇത് വേണോ? ഇതെന്താ സാധനം എന്നല്ല നിങ്ങൾ നോക്കുന്ന? ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലേസി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 മുട്ടക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ, സെപ്പറേറ്റ് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ നിങ്ങൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടത് ഒരു ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 കപ്പ് പാലും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് മിക്സ്. ഇത് നമ്മുടെ കേക്കിൽ നന്നായിട്ട് വെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൽ മൊത്തം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെറ്റ് ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് തന്നെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഇതാ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1/2 കപ്പ് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും 1/2 കപ്പ് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മേഡും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് ആ ഒരു മിൽക്ക് മേഡും ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ഒക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ആകുന്ന വരെ ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റിഫ് പീക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ആയിക്കുണ്ടാവും, കാരണം ലൂസായിട്ട് തന്നെ ഉണ്ടാവാം. ഇനി നമുക്കിതാ ഈ ഒരു കേക്ക് മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു ക്രീം മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് മൊത്തം ലെവൽ ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാൻ എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും ഏറ്റവും ബെറ്റർ. അതിലേക്ക് ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ അങ്ങനെ മെൽറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതിപ്പോൾ ഫ്രൈ പാനിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഓവനിൽ നമുക്ക് മെൽറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, ഒരു 5-10 മിനിറ്റ് എടുക്കും ഇത് മെൽട്ടായി കിട്ടാൻ. ലോ ഫ്ലെയിമിൽ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് മൊത്തത്തിൽ അതിൻ്റെ മേലയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് തന്നെ മേലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഐറ്റവും നമുക്ക് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള അതേ പാനിൽ തന്നെയാണ് ഞാനിപ്പം ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ബൗളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള ആ സെയിം പാനിൽ തന്നെ 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്.
ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ കണ്ട നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഇട്ടിട്ട് മെൽട്ടാക്കി കളയരുത്, എന്നാലും ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കട്ട് പിടിക്കും. അപ്പോൾ മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചോക്കോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്കോസാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ലേസി കേക്കിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ചോക്കോസും കൂടി ഇട്ട് കൊടുക്കുക 1 കപ്പ്. എന്നിട്ട് ഈ ഒരു മിൽക്കിൽ നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടി കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട്. അപ്പോൾ അതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ ആയാലും മതി. അപ്പം എല്ലാം മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇനി ഇത് നമ്മളിതാ 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിൻ്റെ മേലയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ല, ഒരു ബോൾ ഷേപ്പാക്കുക ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഇതാ ഈ ഒരു ഷെൽ സൈസിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ചോക്കോസ്. അപ്പോൾ സൈസിലും ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ ഒരു ഭംഗി കൂടുതൽ നമ്മൾ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ തോന്നുന്നു. അങ്ങനെ ചോക്കോസ് മിക്സൊക്കെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ ഒന്നും കൂടി സെറ്റാക്കി വെക്കാം. അങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ബനാബാട്ടി വേണമെങ്കിൽ മതി, കുറച്ച് അതിൻ്റെ മേലയിൽ ജസ്റ്റ് ആ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ സെറ്റാക്കിയതിന് ശേഷം ഒരു ബൈറ്റ് അങ്ങ് എടുത്തിട്ട് അങ്ങ് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.